ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം. നമ്മൾ വായിച്ച കുറിവാക്യത്തിലേക്ക് വചന ശുശ്രൂഷയ്ക്ക് കടന്നു വരുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു കാര്യം, ഒരു സംഭവ കഥയെ ഓർപ്പിച്ച് ഞാൻ മുമ്പോട്ട് പോകുവാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുക. ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചതായ വലിയൊരു ട്രാജഡി, തന്റെ ജീവിതത്തിൽ ആരോരും തന്നെ സഹായിപ്പാനില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ഒരു വലിയ കപ്പൽ ഛേദത്തിൽ ഈ മനുഷ്യൻ എങ്ങനെയോ തന്റെ കയ്യിൽ കിട്ടിയ സാധനങ്ങളുമായി ഒരു ദ്വീപിൽ എത്തി. ദൈവത്തിന് സ്തോത്രം. അവിടെ നമ്മൾ കാണുകയാണ്, ദൈവം ചില ദിവസങ്ങൾ കൊണ്ട് ഒരു കൊച്ചു കുടിൽ അവിടെ ഉണ്ടാക്കി. തന്റെ ആഹാരമൊക്കെ തീർന്നു. എന്നാൽ ഈ മനുഷ്യൻ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നതുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹം ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ ഈ ദ്വീപിൽ ഏകനായി ആയിരിക്കുന്നുവല്ലോ, എന്നെ രക്ഷിപ്പാൻ ആർക്ക് കഴിയും? എന്നാൽ എൻ്റെ ദൈവത്തിന് ഈ ദ്വീപിൽ നിന്ന് എന്നെ രക്ഷിപ്പാൻ കഴിയുമെന്ന് അദ്ദേഹം ഉറച്ച് വിശ്വസിച്ചിരുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഈ ദ്വീപിന്റെ ഓരോ മൂക്കിലും മൂലയിലും കടന്നു ചെന്ന് ഉറക്കെ വിളിക്കുമായിരുന്നു, എന്നെ രക്ഷിക്കണമേ, എന്നെ രക്ഷിക്കണമേ എന്ന് ഉറക്കെ അദ്ദേഹം ഉറക്കെ വിളിക്കുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഒരു പ്രഭാതത്തിൽ തന്റെ ആഹാരമെല്ലാം തീർന്നു, താനേറെ ബുദ്ധിമുട്ടിലായ സന്ദർഭത്തിൽ അദ്ദേഹം ആ ദ്വീപിന്റെ ഒരു ഭാഗത്തേക്ക് കടന്നു ചെന്നു. അവിടെ ഇതുപോലെ എന്നെ രക്ഷിക്കണമേ, രക്ഷിക്കണമേ എന്ന് വിളിച്ച് ആ മനുഷ്യനാർത്ത് അലച്ചപ്പോൾ അദ്ദേഹത്തിന് ആരും വിളി കേൾക്കുന്നില്ല എന്ന് ബോധ്യമായി. അദ്ദേഹം നിരാശയുണ്ടെങ്കിലും ദൈവത്തിനുള്ള ആശ്രയം വിടാതെ അദ്ദേഹം തന്റെ കുടിലിലേക്ക് മടങ്ങി വരികയാണ്. താൻ കുടിൽ മടങ്ങി വരുമ്പോൾ കണ്ട കാര്യം, താൻ കെട്ടിയതായ കുടില് ചില നിമിഷങ്ങൾ കൊണ്ട് ചാമ്പലായി തീർന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഇനിയും ബാക്കി ശേഷിക്കുന്നതൊന്നുമില്ല. അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ അല്പം ആശ്രയമായിരുന്നു എന്റെ കുടില് ഇതാ കത്തി എറിഞ്ഞിരിക്കുന്നു, ഇനി ഞാൻ എന്ത് ചെയ്യേണ്ടു എന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക. കുറച്ചു കഴിഞ്ഞപ്പോൾ, ചില നിമിഷങ്ങള്, ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ഒരു കപ്പല് താൻ താമസിക്കുന്ന ദ്വീപിലേക്ക് അടുത്തു വരുന്നത് കാണുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അത് അടുത്തു വന്നപ്പോൾ ആ ദ്വീപിനെ അടുപ്പിച്ചു. ഇദ്ദേഹത്തെ ആ കപ്പിത്താനും ആ കപ്പലിലുണ്ടായിരുന്ന ആളുകളും കാണുവാനിടയായി. അദ്ദേഹം തന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഉടനെ അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു, നിങ്ങളെ ദൈവം അയച്ചതാണോ? ഉടനെ കപ്പിത്താൻ പറയുകയാണ്, എന്നെ ദൈവം ഒരു പക്ഷെ അയച്ചതായിരിക്കാം, പക്ഷേ ഇവിടെ നിന്ന് വലിയൊരു തീ ആളിക്കത്തുന്നത് എന്റെ ദൃഷ്ടിയിൽ പെടുവാനിടയായി തീർന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഈ ദ്വീപിലേക്ക് കടന്നു വരുവാൻ, ഞങ്ങളുടെ കപ്പൽ ഇവിടേക്ക് നീക്കുവാൻ, ആരെയോ ജീവനോട് ഇരിക്കുന്നവരെ ദ്വീപിലുണ്ടെന്ന് കരുതി ഞങ്ങളെ നീക്കുവാനിടയായത് എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. ആ മനുഷ്യരോട് പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി ആവരിക്കുന്നു. അതിൽ വലിയൊരു ആത്മീയ അർത്ഥമുണ്ട്. തന്റെ കുടില് കത്തിയപ്പോൾ, താനെ ഒന്ന് വിശ്രമിക്കുവാൻ കെട്ടിയ കുടില് കത്തിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഇനി എനിക്ക് ഒന്നും ആശ്രയിപ്പാനില്ല. എന്നാൽ അദ്ദേഹം ദൈവത്തിൽ ആശ്രയിപ്പാനായിട്ട് ഇടയായിട്ടു. അതിന് നിമിത്തം എന്ത് സംഭവിച്ചു? സകലവും നന്മയ്ക്കായി കൂടി ആവരിച്ചു. അദ്ദേഹം കടന്നു പോകുമ്പോൾ എങ്ങനെയോ തന്റെ കുടില് കത്തുകയും അത് ഒരു കപ്പലിന്റെ ശ്രദ്ധയിൽപ്പെടുകയും കപ്പിത്താന്റെ ശ്രദ്ധയിൽപ്പെടുകയും ആ ദ്വീപിലേക്ക് വന്ന അദ്ദേഹത്തെ രക്ഷിക്കുകയും ചെയ്തു. അപ്പൊ നമ്മൾ മറന്നു പോകരുത്, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന നിരന്തരമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സ്വർഗത്തിലെ ദൈവം നമുക്ക് നന്മയ്ക്കായി ചില അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങളും പ്രയാസങ്ങളും വേദനകളും എല്ലാം നന്മയ്ക്കായി കൂടി ആവരിക്കുന്നുവെന്ന് നമുക്ക് വിശ്വസിപ്പാനായിട്ട് കഴിയണം. നമുക്കറിയാം, ഒരു ക്രിസ്മസിന്റെ ദിവസങ്ങള് കഴിഞ്ഞിരിക്കുക, നമ്മൾ ന്യൂ ഇയറിലേക്ക് പ്രവേശിക്കാൻ പോകുകയാണ്. കഴിഞ്ഞ ദിവസം ദൈവത്തിന്റെ ആത്മാവിന്റെ ഉള്ളിൽ തന്ന ചില ചിന്തകൾ ഞാൻ വേഗത്തിൽ പങ്കുവെച്ച് 12:30 തന്നെ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിച്ചത് അതിന്റെ 2:10 വരുമ്പോൾ ദൂതൻ അവരെന്ന് പറയുന്നത് ആട്ടിടയന്മാരോടാണ്. അവരോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷ
സന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൂതന്റെ വാക്ക് വിശ്വസിപ്പാൻ തക്കവണ്ണം ആട്ടിടയന്മാർക്കിടയായി. നമ്മൾ മറന്നു പോകരുത്. വിശുദ്ധ വേദപുസ്തകം നമുക്ക് നൽകിയിട്ടുണ്ട്. അതിലെ വാഗ്ദത്ത വചനങ്ങൾ നമ്മുടേതാണ്. നമ്മളത് വിശ്വസിക്കുകയാണെങ്കിൽ ആ വചനത്തിലൂടെ ദൈവം നമുക്ക് ആ മനുഷ്യൻ പറഞ്ഞതുപോലെ എന്റെ ജീവിതത്തിൽ സകല നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. അങ്ങനെ നമ്മൾ വിശ്വസിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർമ്മിക്കട്ടെ, അതായത് ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്തുകൊണ്ട് ഒരു ഗുഹയിൽ കിടന്ന ആട്ടിടയന്മാർക്കാണ് ഈ ദൂത് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകട്ടെ. നമുക്കറിയാം, ആ കാലങ്ങളിൽ യഹൂദ സ്ത്രീകൾ അവരുടെ തോറാകളില് അവരുടെ പിതാക്കന്മാർ അവരെ പഠിപ്പിച്ചത് പ്രകാരം ഒരു കന്യകയിൽ ഒരു മകൻ ജനിക്കുമെന്ന്, ദൈവം പിറക്കുമെന്ന് അവർ വിശ്വസിക്കുകയും അനേകർ പ്രാർത്ഥിക്കുകയും ആ കാലങ്ങളിൽ ചെയ്തുവെന്ന് വേദപിതാക്കള് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വിശുദ്ധ കന്യമറിയാം വിശുദ്ധിയോടെ ജീവിച്ചു. ഒരു ദൂതൻ കടന്നു വന്നു. ആ ദൂതൻ കന്യമറിയാമിനോട് പറയുകയാണ്, ആമേൻ, ദൈവത്താൽ ഒന്നും അസാധ്യമല്ല. പരിശുദ്ധ റൂഹായാൽ നിന്റെ ഉള്ളിൽ ദൈവം നിന്നെ പിറക്കുവാനായിട്ട് പോവുകയാണ്. ആ മറിയം അത് വിശ്വസിപ്പാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന ആലോചനകൾ വിശ്വസിച്ചാൽ നമുക്ക് അനുഗ്രഹമാണ്. ഞാനിവിടെ ഓർപ്പിച്ചത് മറിയം അത് വിശ്വസിപ്പാനിടയായി. ദൂതൻ ആമേൻ മറിയയോട് പറഞ്ഞ മറ്റൊരു സന്ദേശമുണ്ട്. സക്കരിയാവിന് വാർദ്ധക്യത്തിൽ തന്റെ ബന്ധുക്കളായിരുന്ന സക്കരിയാവിനും ഹന്നായിക്കും വാർദ്ധക്യത്തിൽ ഒരു മകനെ ദൈവം കൊടുത്തിരിക്കുന്നു. അതും വിശുദ്ധ കന്യമറിയാം വിശ്വസിപ്പാനിടയായി തീർന്നു. അപ്പൊ ദൈവവചനം വിശ്വസിക്കുന്നവർക്കാണ് അനുഗ്രഹങ്ങളെന്ന് നമ്മൾ മറന്നു പോകരുത്. അതിനുശേഷം നമുക്ക് അറിയാം, സക്കരിയാവിന്റെ ഭവനത്തില് ആമേൻ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ ദൂതന്റെ ശബ്ദം വിശ്വസിക്കുവാൻ കഴിയാതെ വണ്ണം അവിശ്വസിച്ചപ്പോൾ അവന് സംസാരിക്കാൻ കഴിയാത്തവനായി ഊമനായി കിടക്കുകയാണ്. കന്യാമറിയാം വളരെ ബന്ധപ്പെട്ട് ആ മലനാട്ടിലേക്ക് ചെന്നു, ആ ഭവനത്തിൽ ചെന്നു. ആമേൻ, നമുക്കറിയാം, എലിസബത്ത്, സക്കരിയാവിന്റെ ഭാര്യ എലിസബത്ത് അവളെ സ്വീകരിച്ചു. എന്നിട്ട് അവളോട് പറയുകയാ, നീ ദൂതൻ പറഞ്ഞത് വിശ്വസിച്ചത് നിനക്ക് നന്മയ്ക്കായി കാരണമായി തീർന്നു. അതായത് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന മിശിഹായെ ചുമക്കുവാൻ തക്കവണ്ണം നിനക്ക് ഭാഗ്യം ലഭിച്ചു എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, തുടർന്നുള്ള ഭാഗങ്ങളൊക്കെ നമുക്കറിയാം, നമ്മൾ ഈ നാളുകളിൽ കേട്ടതാ. ആമേൻ, ഇവർ വന്ദനം ചൊല്ലുമ്പോൾ ആമേൻ എലിസബത്തിന്റെ ഉദരത്തിൽ അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ പിള്ള തുള്ളി എന്ന് നമ്മൾ വായിക്കുകയാണ്. നോക്കിയേ, ആ കുഞ്ഞിന് പോലും ഗർഭപാത്രത്തിൽ കിടന്നുകൊണ്ട് കന്യമറിയാമ് ഉരുവായിരിക്കുന്ന ശിശു അത് യേശു ക്രിസ്തുവാണ്, രക്ഷകനാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിട്ട്. എന്നാൽ ഇന്ന് ലോകത്തിന് അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് ലോകമെമ്പാടും സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു ക്രിസ്തീയ സമൂഹത്തിൽ ജനിപ്പാനിടയായി, ക്രിസ്ത്യാനികളായ മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങളായി ജനിപ്പാനിടയായി, നമുക്ക് ഈ ക്രിസ്തുവിനെ കുറിച്ച് കേൾപ്പാനിടയായി. എന്നാൽ അനേകരും ഇന്നും ഈ ക്രിസ്തുവിൽ വിശ്വസിക്കാതിരിക്കുമ്പോൾ ഏഴകളും ദോഷികളുമായ നമുക്ക് ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ഉടമകളായി തീരുവാനിടയായിട്ട്. അപ്പൊ നോക്കിയേ, കന്യമറിയാം വിശ്വസിച്ചത് അത് നന്മയ്ക്കായി ദൈവം കണക്കിട്ടു. നമ്മൾ പിന്നെ കാണുകയാണ്, യോസഫിനോട് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുമ്പോഴാണ് ഈ വിവരം അവൻ അറിയുന്നത്, യോസഫ് അറിയുന്നത് അവൾ ഗർഭിണിയായിരിക്കുന്നു. നോക്കിയേ, ഗൂഢമായി അവൻ ഉപേക്ഷിക്കുവാൻ തക്കവണ്ണം അവൻ തയ്യാറാകുകയാണ്. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ വേദപുസ്തകത്തില് യോസഫിന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നീ ശങ്കിക്കേണ്ട ആവശ്യമില്ല. കന്യമറിയാമിന്റെ ഉദരത്തിൽ ഉരുവായിരിക്കുന്ന ശിശു അവൻ യേശുവാണ്, അവൻ രക്ഷകനാണ്, സർവ്വ ജനത്തിന്റെയും വീണ്ടെടുപ്പിന് വേണ്ടിയാണ് ആ ഉരുവായിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവൻ ഭയം ഒഴിഞ്ഞവനായിട്ട് ഗൂഢമായി കന്യമറിയാമിനെ ഉപേക്ഷിക്കുവാൻ ആഗ്രഹിച്ചവൻ എന്ത് ചെയ്തു എന്നറിയാമോ? അവളെ സ്വീകരിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, അവൻ ദൂതം പറഞ്ഞത് വിശ്വസിച്ചു. നോക്കിയേ, എലിസബത്ത് വിശ്വസിച്ചു. ഇവിടെ നമ്മൾ കാണുകയാണ്, രണ്ടാമതായിട്ട്
ആദ്യം കന്യമറിയാം വിശ്വസിച്ചു, പിന്നീട് എലിസബത്ത് ദൂതന്റെ വാക്കുകൾ വിശ്വസിച്ചു. അതിനുശേഷം നമ്മൾ കാണുകയാണ് യോസഫ് വിശ്വസിച്ചു. എന്നാൽ ഇന്നും ദൂതന്റെ വാക്കുകളെല്ലാം വചനം നമുക്ക് നമ്മുടെ മുൻപിൽ ഉണ്ട്. വചനം നമ്മൾ കേൾക്കുന്നതാണ്. വചനം വേദപുസ്തകമായി നമ്മുടെ മുൻപിലുണ്ട്. അതുകൊണ്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ മുൻപോട്ട് പോവുകയാണ്. നമ്മൾ വായിച്ച ഭാഗത്ത് ഇങ്ങനെയാണ്, ദൂതൻ അവരോട്, അതായത് ആട്ടിടയന്മാരോട്, ഭയപ്പെടേണ്ട, ആമേൻ, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു എന്ന് പറഞ്ഞാൽ സുവിശേഷിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ആദ്യം ഈ സുവിശേഷം കേട്ടത് ആട്ടിടയന്മാരാ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ദൂതന്മാരുടെ സുവിശേഷം, അവരറിയിക്കുന്ന സുവിശേഷം കേട്ടപ്പോൾ അവരതേപോലെ വിശ്വസിച്ചു. ആമേൻ. അവരെന്ത് ചെയ്യാന്നറിയാമോ? ശിശുവും അമ്മയും കിടക്കുന്ന സ്ഥലത്തെ, അമ്മയുമായിരിക്കുന്ന യോസഫുമായിരിക്കുന്ന സ്ഥലത്തേക്ക് കടന്നു ചെന്ന് അമ്മയോടുകൂടെ ശിശുവിനെ വന്ദിച്ചുവെന്ന് നമ്മൾ രേഖപ്പെടുത്തിയിരിക്കും. അപ്പൊ നോക്കിയേ, ഈ ലോകത്തിന്റെ അരുമനാഥനെ വന്ദിപ്പാനുള്ള ഭാഗ്യം ആദ്യം ലഭിച്ചത് ആട്ടിടയന്മാർക്കാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, എനിക്കൊരേ ഒരു സുവിശേഷമേ ഉള്ളൂ. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചുയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. ഇന്നത്തെ സുവിശേഷം അതേ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഞാനും നിങ്ങളും ഓർത്തുകൊള്ളുക, അതാകുന്നു നമ്മുടെ സുവിശേഷം. ആമേൻ. നമുക്കറിയാം, പഴയ നിയമകാലത്തും പുതിയ നിയമകാലത്തും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. മനുഷ്യന് ഏത് കാലത്തും ഒരു രക്ഷിതാവിനെ ആവശ്യമുണ്ട്. കാരണം എന്നാണെന്നറിയാമോ? അവൻ ഭയത്തിലായിരിക്കാം, അവൻ ദുഃഖത്തിലായിരിക്കാം, അവൻ അപകടങ്ങളിലായിരിക്കാം, അവൻ രോഗങ്ങളിലായിരിക്കാം, ഒരുപക്ഷെ അവൻ മരണക്കിടക്കയിലായിരിക്കാം. ആ ഏത് വ്യക്തിയായിരുന്നാലും അവന് ഒരു രക്ഷകനെ ആവശ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ആദാമിന്റെ പാപനിമിത്തം നഷ്ടപ്പെട്ടു പോയ മനുഷ്യരെ വീണ്ടെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്നെ ഭൂമിയിലേക്ക് വിശുദ്ധ കന്യാമറിയാമിൽ ജനനം കൊണ്ടത്. ആ യേശു നമ്മുടെ രക്ഷകനാ. ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട്, ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്, ഹല്ലേലൂയ. ആ യേശു എന്റെ രക്ഷകനായതുകൊണ്ട് ഇതുവരെ അവനെ നടത്തുകയാ, എന്റെ ഈ പ്രായം വരെ അവനെ നടത്തുകയാ. ഞാൻ ആഗ്രഹിച്ചതിലും നിലച്ചതിലും അത്യന്തം പരമായി അവനെന്നെ, ആമേൻ, ആത്മീകവും ഭൗതികവുമായും അവൻ അനുഗ്രഹിച്ചതിന് ആ ദൈവത്തിന് സ്തോത്രം പറയുവാൻ തക്കവണ്ണം നമുക്ക്, പ്രത്യേകിച്ച് ക്രിസ്മസ് സന്ദേശം കേട്ടിട്ടുള്ള നമുക്ക് ദൈവം സഹായിക്കട്ടെ. ഒരു കഴിഞ്ഞ വർഷത്തില് നമ്മൾ ഓർക്കണം, കഴിഞ്ഞ ക്രിസ്മസ് കഴിഞ്ഞ് എത്രയോ യൗവനക്കാർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അവരെക്കാൾ ഒട്ടും നല്ലവരല്ലാഞ്ഞിട്ടൂടെ ഒരു ക്രിസ്മസിന്റെ സന്ദേശം കൂടെ കേൾക്കുവാൻ, ക്രിസ്തു ജനിച്ചിരിക്കുന്നു എന്ന് കേൾക്കുവാൻ നമ്മുടെ കാതുകൾക്ക് ഭാഗ്യം തന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ആ രക്ഷിതാവ് 2000 വർഷങ്ങൾക്കപ്പുറം അവൻ കാലിത്തൊഴുത്തിൽ പിറക്കുകയാണ്, അവൻ പുൽക്കൂട്ടിൽ പിറക്കുകയാണ്, കാലിത്തൊഴുത്തിൽ പിറക്കുകയാണ്. നമുക്കറിയാം, ദൈവത്തിന് സ്തോത്രം. എന്താ, സ്ഥലം പോരാ, അവിടെ അവർക്ക് സ്ഥലം ലഭിക്കാഞ്ഞത് കൊണ്ട് ആ ശിശു, ആമേൻ, അവിടെ പ്രസവിച്ച ശേഷം അവനെ പുൽക്കൂട്ടിൽ അല്ലെങ്കിൽ കാലിത്തൊഴുത്തിൽ ആക്കുകയാണ്. ആ രക്ഷകൻ, ആമേൻ, വീണ്ടും വരാൻ പോവുകയാണ്. നമുക്ക് ഒടുങ്ങിയിട്ടുണ്ടോ എന്ന് ഇന്ന് പകൽക്കാലം നമുക്ക് സ്വയം ഒന്ന് ശോധന ചെയ്ത് നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ഞാനിവിടെ പറഞ്ഞല്ലോ, ഒരു രക്ഷകൻ എല്ലാവർക്കും ആവശ്യമുണ്ട്. എന്നാൽ നമുക്കൊരു രക്ഷകനുള്ളത് എന്തിനാണെന്നറിയാമോ? നമ്മളെ പാപത്തിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും രക്ഷ പ്രാപിക്കുവാൻ. ആമേൻ. ഈ ലോകത്തിൽ അനേക രക്ഷകന്മാര് പിറന്നിട്ടില്ല, ഒരേ ഒരു രക്ഷകൻ മാത്രമേ പിറന്നിട്ടുള്ളൂ. നമുക്കറിയാം, അനേകം മഹാരഥന്മാർ ജീവിച്ചു
കുരിശ് മരിച്ച ഒരു ഭൂമിയാണിത്. എന്നാൽ ആമേൻ, നമുക്കൊരു രക്ഷകൻ പിറന്നത് എന്തിനാണെന്നറിയാമോ? നമ്മളെ പാപത്തിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കേണ്ടതിന് വേണ്ടിയാ. ആ രക്ഷിതാവിനെ മനുഷ്യൻ എന്നും കഴിഞ്ഞ കാലങ്ങളിൽ എന്നും അന്വേഷിച്ചു കൊണ്ടിരുന്നു. ഇന്നും ആ മനുഷ്യനെ അന്വേഷിക്കുന്ന, ആ രക്ഷിതാവിനെ അന്വേഷിക്കുന്ന മനുഷ്യരുണ്ട്. ആ രക്ഷിതാവിനെ കണ്ടുമുട്ടാനാ ലോകം മുഴുവൻ ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ സുവിശേഷം അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ രക്ഷകനെ കുറിച്ച് യെശയ്യാപ്രവചനത്തില് അഥവാ വേദപുസ്തകത്തിന്റെ എല്ലാ താളുകളിലും ഈ രക്ഷകൻ കാലതികവെങ്കിൽ ആമേൻ ലോകത്തിൽ രക്ഷകനായി പിറക്കുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുകയാ. എന്നാൽ വേദപുസ്തകം ശരിയായി ആത്മാവിൽ ധ്യാനിക്കുന്ന ദൈവജനത്തിനറിയാം, ഉൽപ്പത്തിയിൽ ആരംഭിക്കുകയാണ്. പാമ്പിന്റെ സന്തതി സ്ത്രീയെ തകർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയാണ്. ആമേൻ. എന്നിട്ട് അതെവിടെയാ ആമേൻ ആരംഭം കുറിച്ചത്? അത് ആട്ടിടയന്മാരുടെ അടുക്കല് അവരോട് പറയുക, ഭയപ്പെടേണ്ട. സ്വതന്ത്രം വേദപുസ്തകത്തിൽ 366 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നെന്ന് വേദപഠിതാക്കൾ പറയുന്നു. ഇത് വായിച്ചന്വേഷിച്ചവർക്കേ അറിയുള്ളൂ. 365 ദിവസവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഞാനിങ്ങനെ പറയുന്നു, 1/4 ദിവസത്തിന് വേണ്ടിയൂടെ ഇന്ന് പകൽ ഞാനും നിങ്ങൾ എഴുന്നേറ്റ് വന്നപ്പോൾ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ആ ദൈവത്തിന് സ്തോത്രം, നമുക്ക് സ്തോത്രം പറയാം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ആട്ടിടയന്മാർ ക്രിസ്തുവിനെ വണങ്ങി അവനെ ക്രിസ്തുവാണ്, യഹൂദന്മാരുടെ മെസ്സിഹയാണ് എന്ന് വിശ്വസിച്ചപ്പോൾ ആമേൻ, യേശു കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് അവൻ ജനനം കൊണ്ടു. 33.5 വയസ്സ് അവന്റെ ജീവിതത്തിൽ ശുശ്രൂഷയ്ക്കായിട്ടുണ്ടായിരുന്നു. 33.5 വർഷക്കാലം കഴിഞ്ഞ് അദ്ദേഹം എന്ത് ചെയ്തുവെന്നറിയാമോ? നമ്മുടെ പാപത്തിന് വേണ്ടി എന്നെയും നിങ്ങളെയും മരണത്തിൽ നിന്ന് വിടുവിക്കേണ്ടതിന് തന്റെ ജീവൻ കാൽവരി ക്രൂശിൽ ബലിയർപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് യെശയ്യാപ്രവചനത്തില് ഇങ്ങനെ പറയുന്നുണ്ട്. എന്താ പറയുന്ന? കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ആമേൻ. സമയത്തിന്റെ പരിധി ഉള്ളത് കൊണ്ട് ഞാൻ മുൻപോട്ട് പോകട്ടെ. ദൈവത്തിന് സ്തോത്രം. അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. എന്താ പ്രിയപ്പെട്ടവരെ? ഇമ്മാനുവേൽ, യേശു എന്ന് പേർ വിളിക്കും. എന്നാൽ അവൻ ഇമ്മാനുവേലാണ്, അവൻ നമ്മോട് കൂടെ ഉള്ളവനാണ്. അത് വേദപുസ്തകത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്ത് ഇമ്മാനുവേൽ നമ്മോട് കൂടെയുണ്ട്. ഒരു സ്തോത്രം പറയുമോ? ഒരു നന്ദി പറയുമോ? ഈ ദൈവത്തിന് നന്ദി പറയുമോ? ഇന്ന് രാവിലെ ആരോഗ്യത്തോടെ എഴുന്നേൽക്കാൻ കൃപ തന്നത് അവനിൽ വിശ്വസിച്ചത് കൊണ്ട്, അവൻ ഇമ്മാനുവേൽ നമ്മോടുകൂടെയുള്ള ദൈവം ആയതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ മീഖാ പ്രവാചകന് ആമേൻ പ്രവചിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. അവൻ ബേത്ലഹേമിൽ ജനിക്കുമെന്ന്. മീഖാ പ്രവചനം 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുകയാണ്, അവൻ ബേത്ലഹേമിൽ ജനിക്കും. ആമേൻ. മാത്രമല്ല, ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ആമേൻ. ലൂക്കോസ് 2:10 അതുപോലെ മീഖാ പ്രവചനങ്ങളില് എല്ലാം പറയുകയാണ്, അവൻ ബേത്ലഹേം എന്ന പട്ടണത്തിൽ ജനിക്കും. അതുകൊണ്ടാണ് ആട്ടിടയന്മാരോട് പറഞ്ഞത്, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. ആമേൻ. യേശു എന്ന രക്ഷിതാവ് ബേത്ലഹേമിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഇന്ന് പകൽ നമ്മൾ എഴുതി തള്ളരുത് പ്രിയപ്പെട്ടവരെ. നമുക്ക് വേണ്ടി അവൻ ജനിച്ചത്, നമ്മളെ വീണ്ടെടുക്കാൻ അവൻ ജനിച്ചത്. ആ വീണ്ടെടുപ്പ് നമ്മുടെ ഹൃദയം കൊണ്ട് ഒരു വാക്ക് പറഞ്ഞാൽ മതി, കർത്താവേ എന്റെ ഹൃദയത്തിലേക്കൊന്ന് വരണമേ. സ്വത്രം സ്വത്രം. വെളിപ്പാട് 3:20 ഇങ്ങനെ പറയുന്നു, കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഈ വാക്ക് പറയുമ്പോൾ. എന്റെ ഭവനത്തിന്റെ വെളിയിൽ യേശു വീടിന്റെ നായകനെന്ന് എഴുതി വെച്ചിരുന്നവനാ. എന്നാൽ 91 ഒക്ടോബർ 14 രാത്രി യേശു എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആ ബോർഡ് എടുത്ത് ഞാൻ മാറ്റി ഭവനത്തിന്റെ ഉള്ളിലേക്ക് എഴുതിയാതെ അത് അടിച്ചു വെക്കുവാൻ ഇടയായി തീർന്നു. കാരണം എന്നാണെന്നറിയാമോ? വെളിയിലുള്ളവരല്ല അറിയേണ്ടത്, ഈ വീടിന്റെ നായകൻ ഞങ്ങളുടെ യേശു കർത്താവെന്ന് ഞങ്ങൾ ഉള്ളിലുള്ളവരാണ്, വീടിന്റെ ഉള്ളിലുള്ളവരാണ് അറിയേണ്ടത്.
അറിയേണ്ടത്. അത് എപ്പോഴാ? നമ്മൾ യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ. അതുകൊണ്ട് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവനൊരു നാളും മരിക്കയില്ല. ഒരു നിത്യതയെ കുറിച്ചാണ് അവിടെ ഓർപ്പിക്കുന്നത്. എന്നിട്ട് മാത്രമല്ല, ഇങ്ങനെ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിച്ചിരിക്കുന്നു. ആമേൻ എന്ന് അതിനുശേഷം പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്ന ഏവരും ഒരു നാളും നശിച്ചു പോകുകയില്ല. അതാണ് ക്രിസ്തുവിന്റെ സന്ദേശം, ക്രിസ്തുമസിന്റെ സന്ദേശം. കാരണം എന്നാണെന്നറിയാമോ? ഞാനും നിങ്ങളും പാപത്താൽ മരിക്കേണ്ട സ്ഥാനത്ത് നമ്മുടെ ജീവന് പകരമായി അവൻ കാൽവരിയിൽ അവൻ തന്റെ ജീവനെ ബലിയർപ്പിച്ചപ്പോൾ എന്നെയും നിങ്ങളെയും വീണ്ടെടുപ്പാ. അവൻ ലോകത്തിന്റെ ഏത് കോണിലാണ് ഞാനും നിങ്ങളുമെങ്കിലും നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവേ, എന്റെ ഹൃദയത്തിന്റെ വാതിൽ ഒന്ന് നിനക്കായി തുറക്കയാ. നമ്മുടെ വീടിന്റെ ഭവനം തുറക്കുന്നത് പോലെയല്ല ഒരു വ്യക്തിയെ കുറിച്ച് അവിടെ പറയുന്നത്. അവനാദ്യം അവന്റെ ഹൃദയത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കണം. എന്റെ കർത്താവേ, ഈ ക്രിസ്മസിന്റെ ദിനങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോയല്ലോ, ന്യൂ ഇയറിലേക്ക് ഞങ്ങൾ കടന്നു പോകാൻ പോകുകയാ. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ എന്റെ ഹൃദയത്തിൽ നീ വന്ന് ഒന്ന് വാസം ചെയ്യണമേ എന്ന് എത്ര പേര് പറയാം. എനിക്കങ്ങനെ പറയാൻ ഭാഗ്യം ദൈവം തന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞു, അങ്ങനെ നമ്മൾ പറയുമ്പോൾ ഞാനും പുത്രനും വന്ന് നിങ്ങളുടെ ഉള്ളിൽ വാസം ചെയ്യും. പിന്നെ നമുക്ക് പാപത്തിൽ നിന്നൊഴിഞ്ഞ് ദൈവകൃപയിൽ ജീവിപ്പാനുള്ള ദൈവകൃപ ദൈവം നമുക്ക് നൽകുകയാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ ക്രിസ്മസ് ദിവസത്തിൽ ഇനി നമ്മൾ ന്യൂ ഇയറിലേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു വാക്കിൽ മാത്രം ഞാൻ ഓർപ്പിക്കാം. നമ്മുടെ ഉള്ളിൽ ഹൃദയ യേശു ഉണ്ടെങ്കിൽ കർത്താവ് സംസാരിക്കുന്നത് പോലെ, നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത് പോലെ, ഒരു ജയകരമായ ക്രിസ്തീയ ജീവിതത്തിനായി നമ്മളെ ദൈവം ക്ഷണിക്കുമ്പോൾ, ഇനി ഞാൻ എന്റെ ജീവിതത്തിലുള്ള തെറ്റുകൾ ആവർത്തിക്കില്ലെന്ന് പറഞ്ഞ് ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കൊരു തീരുമാനമെടുക്കുവാൻ കഴിയുന്നുവെങ്കിൽ അതാണ് സ്വർഗം സന്തോഷിക്കുന്നത്. നമ്മൾ ഓർക്കണം, ഈ ശുശ്രൂഷയുടെ നടക്കുമ്പോൾ സ്വർഗം ഈ ഭവനത്തിലേക്ക്, ഈ ആലയത്തിലേക്ക് കുനിഞ്ഞു നോക്കുകയാണ്. സ്വർഗത്തിലെ ദൂതന്മാരിൽ കുനിഞ്ഞു നോക്കുകയാണ്. നിങ്ങൾ ദൂരദേശത്ത് എവിടെയെങ്കിലും ഇരുന്നത് കാണുകയാണെങ്കിൽ നിങ്ങളുടെ ഭവനത്തിലേക്ക് ദൈവം നോക്കുകയാണ്. എന്റെ മകൻ, എന്റെ മകൾ ഈ വചനം ശ്രദ്ധിക്കുന്നല്ലോ. ആമേൻ. ദൈവം മാത്രമല്ല, പുത്രൻ കുനിഞ്ഞു നോക്കുകയാണ്. എന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ എന്റെ മകൻ, എന്റെ മകള് ഈ വചനം കേൾക്കുന്നുവല്ലോ. അതുകൊണ്ട് ഈ വർഷത്തെ ന്യൂ ഇയർ, ഈ വർഷത്തെ ആഘോഷങ്ങള് എന്നെ പ്രസാദിപ്പിച്ചുകൊണ്ടുള്ള ഒരു ആഘോഷമായി, ഒരു സന്തോഷമായി മാറട്ടെ എന്ന് ദൈവം നമ്മളോട് സംസാരിക്കുകയാ. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയാ സംസാരിക്കുന്നത്? ഇപ്പോൾ ഞാൻ ഈ ഫേസ്ബുക്കിലൂടെ സംസാരിക്കുന്നത് നമ്മൾ ഓർക്കണം, എന്നോടും നിങ്ങളോടും സംസാരിക്കുന്ന ദൈവവചനമാ. അതുകൊണ്ട് കർത്താവിനൊന്ന് മാത്രമേ നമ്മോട് പറയാനുള്ളൂ. എന്താണെന്നറിയാമോ? മകനെ, മകളെ, നീ എന്നെ സ്വീകരിക്കുമോ? നിന്റെ ഹൃദയത്തിൽ ഞാനുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇന്നു മുതൽ ഞാൻ നിന്റെ വലം കൈക്ക് പിടിച്ചിരിക്കുകയാ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാ, കർത്താവ് നമ്മുടെ വലം കൈക്ക് പിടിച്ചാൽ നമുക്ക് പരാജയം ഉണ്ടാകില്ല. നമുക്ക് നമ്മളിലുള്ള പരിശുദ്ധ രൂപ നമ്മളിലുള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും നമുക്ക് ദൈവം ബോധ്യപ്പെടുത്തി തരും. ഒരു മനുഷ്യനും നമ്മോട് പറയേണ്ട ആവശ്യമില്ല, ഇന്നതാണ് പാപം, ഇന്നതാണ് തെറ്റ് എന്ന്. ഞാൻ ഇന്നും ഓർക്കുന്നു, 91 ഒക്ടോബർ 14 രാത്രി ഞങ്ങളുടെ മുൻപിൽ വേദനയുടെ നിമിഷങ്ങളായിരുന്നു, ഞങ്ങളുടെ മുൻപിൽ പ്രയാസത്തിന്റെ നിമിഷങ്ങളായിരുന്നു. ഞങ്ങളുടെ പണത്തിന് ഞങ്ങളുടെ പ്രയാസത്തെ നീക്കുവാൻ കഴിയില്ലെന്ന് മനസ്സിലായപ്പോൾ, ഞങ്ങളുടെ സമ്പത്തിന് ഞങ്ങളുടെ വിഷമഘട്ടങ്ങളെ മാറ്റിമറിക്കുവാൻ കഴിയില്ലെന്ന് കഴിഞ്ഞപ്പോൾ, പ്രാർത്ഥിക്കാൻ അറിയാത്ത ഞങ്ങൾ ഒരു മുറിയിൽ കടന്നു എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കൃത്യമായി സംസാരിച്ചൊരു വചനമുണ്ട്. ഭയപ്പെടേണ്ട. നമ്മൾ ആരംഭത്തിൽ പറഞ്ഞു, ആട്ടിടയന്മാരോട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു, അബ്രഹാമിനോട് ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞു. ഏറ്റവും കൂടി വെളിപ്പാട് പുസ്തകത്തില് യോഹന്നാനോട് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞങ്ങളോട് പറഞ്ഞൊരു വാക്യമുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. എപ്പോഴാണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ അവൻ വലം കൈ വിട്ടിട്ട് പോകത്തില്ല. അവൻ നമ്മുടെ വലം കൈക്ക് പിടിച്ചോളും.
കഴിഞ്ഞ ദിവസം ഒരു മകൻ എന്നെ വിളിക്കുവാനിടയായി തീർന്നു. അമേൻ വിളിയിൽ നടന്ന മീറ്റിങ്ങില് കടന്നു വന്നൊരു മകനാ. അമേൻ ആ മകൻ എന്നോട് വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ പലപ്പോഴും തെറ്റിപ്പോയ നിമിഷങ്ങളുണ്ട്, പലപ്പോഴും എന്റെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയ നിമിഷങ്ങളുണ്ട്. ഞാൻ അദ്ദേഹവുമായുള്ള യാതൊരു ബന്ധമില്ലാതിരിക്കുമ്പോഴാ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് എനിക്ക് നമ്പർ തരാമോ എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചപ്പോൾ പറയാനിടയായി, ഇതാ ആ പണ്ട് അമേൻ ഒരിക്കൽ ഞാൻ ദൈവത്തോട് ചേർന്ന് നടന്നൊരു കാലഘട്ടമുണ്ട്, അതുപോലെ ഞാൻ ജീവിക്കാൻ പോകുകയാ എന്നോട് പറയുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് അങ്ങനെ ജീവിക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ, ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. തുടർന്നുള്ള ദൂതുകളിലേക്ക് നമ്മൾ കടന്നു വരുന്നതിന് മുമ്പ് അമേൻ ഒരു പാട്ട് ചേർന്ന് പാടുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുക. ദൈവം വിശ്വസ്തൻ, അന്ത്യത്തോളം നടത്തുന്നവേ, ജീവിതത്തിൽ ശോധനകൾ വന്നാലും നീ വീണാലും നിലംബലിയാകുകയില്ല. ആമേൻ. ജീവിതത്തിൽ ശോധനകൾ വന്നാലും നീ വീണാലും നിലംബലിയാകുകയില്ല. ദേവാലയത്തിലെ ശുശ്രൂഷ കഴിഞ്ഞ് നമ്മളെ എല്ലാ വ്യാഴാഴ്ചയും ഇത് മുടങ്ങാതെ നടക്കുന്നത് കൊണ്ട് അമേ ഇപ്പോൾ ഞങ്ങള് കുടുംബമായിട്ട് ഈ ശുശ്രൂഷയിലായിരിക്കുക. കാരണം എന്നറിയാമോ, ഞാൻ പറഞ്ഞല്ലോ, എന്നോട് പറഞ്ഞു ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് എന്നെ താങ്ങും. 32 വർഷത്തിലേക്ക് പോകുകയാ. 32 വർഷക്കാലം ഞങ്ങളെ നടത്തിയ ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് പ്രതികൂലമൊന്നുമില്ലെന്നല്ല, ആമേൻ, പ്രതിസന്ധികളൊന്നുമില്ലെന്നല്ല. എന്നാൽ ആ നിമിഷങ്ങളിൽ ഞങ്ങളോട് സംസാരിക്കുന്ന വചനമുണ്ട്, നിന്റെ വലം കൈക്ക് ഞാൻ പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പാടിയത്, ദൈവം വിശ്വസ്തൻ, അവൻ അന്ത്യത്തോളം നടത്തുവാൻ മതിയായ ദൈവമാണ്. ഞാൻ എപ്പോഴും ഓർക്കും, നമ്മുടെ പിതാക്കന്മാരൊക്കെ പാവങ്ങളായിരുന്നു, അവരൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. പിതാക്കന്മാർ കൊടുത്ത പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കാനേ അവർക്ക് അറിയുള്ളൂ, അവരത് പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ട് ഇന്ന് നമ്മുടെ തലമുറകളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കാത്ത മേഖലകളിലേക്ക് നമ്മളെ കടത്തിവിട്ടു. ദൈവം അനുഗ്രഹത്തിന്റെ വലിയ വാമേൻ മഞ്ഞു പോലെ മഴ പോലെ എന്റെ നിങ്ങളുടെ ഭവനത്തിലേക്ക് ഒഴുക്കി തന്നു. പക്ഷേ നമ്മുടെ തലമുറകൾ ദൈവത്തെ മറന്നാൽ ദൈവം ആമയെ തന്നതൊക്കെ എടുക്കുവാൻ കഴിവുള്ളൊരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. ആമേൻ. ഒന്ന് നമ്മൾ കണ്ടു, ആട്ടിടയന്മാരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ ചില ദിവസങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ആമേൻ, നമ്മള് ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അവൻ നമ്മോടുകൂടെയുണ്ട്. ഞാൻ ഓർപ്പിച്ചതുപോലെ നമ്മുടെ വലം കൈക്ക് പിടിച്ചിട്ടുണ്ട്. എന്തെല്ലാം പ്രതികൂലങ്ങൾ വരട്ടെ, എന്തെല്ലാം പ്രതിസന്ധികൾ വരട്ടെ, മരണത്തെ മുഖാമുഖം കാണട്ടെ, ദൈവം നമ്മോടുകൂടെ ഉണ്ട്. ഒരു വിശ്വാസിയുടെ ജീവിതത്തില് അവന്റെ ഹൃദയത്തിലെ ഒരു ആഗ്രഹം ഇതാ, എന്താണെന്നറിയാമോ, എന്റെ കർത്താവ് ഏത് സമയം വിളിച്ചാൽ ഞങ്ങൾ പോകുവാൻ തയ്യാറാ. അതുകൊണ്ട് പിതാക്കന്മാരിങ്ങനെ പഠിപ്പിച്ചു, നീതിമാന്റെ മരണം ആമേൻ ദൈവത്തിന് പ്രസാദമുള്ളതാ. ഒരു നീതിമാന്റെ മരണം ദൈവത്തിന് പ്രസാദമുള്ളതാ. നയവാന്മാരുടെ മരണം ദൈവത്തിന് പ്രസാദമുള്ളതാ. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഒരു ഭക്തനായി ജീവിക്കുന്നവരുടെ മരണം ദൈവത്തിന് പ്രസാദമുള്ളതാ. പിതാക്കന്മാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ചിരുന്ന അതേപോലെ ഇന്ന് നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും അനുസരിക്കുവാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ കുറിച്ച് ആമേൻ എന്താ നമുക്ക് പറയാനുള്ളത്? ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ദൈവം വിശ്വസ്തൻ തന്നെയാ. അവനെന്നും നമ്മളെ നടത്തുന്ന ദൈവമാ, അവനെപ്പോഴും നമ്മളെ നടത്തുന്ന ദൈവമാ. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. കാരണം നമ്മൾ പറഞ്ഞല്ലോ, ലോകത്തിന് ഒരു രക്ഷിതാവിനെ ആവശ്യമുണ്ടെന്ന് നൂറ്റാണ്ടുകൾ ആളുകൾ തിരക്കി നടന്നപ്പോൾ 2000 വർഷങ്ങൾക്കപ്പുറം കാൽവരി വീട്ടിൽ അവൻ പൂജാതനായി ബേഥലഹേമിൽ അവൻ പൂജാതനായി തീർന്നു. കാൽവരി വീട്ടിൽ അവൻ നമുക്കായി യാഗമായി തീർന്നു. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. 3 നാൾ കഴിഞ്ഞ് ഉയർപ്പ്, അവൻ ഉയർത്തെഴുന്നേറ്റു. 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റു. പിന്നെ നമ്മൾ കാണുകയാണ് 40 നാൾ കഴിഞ്ഞപ്പോൾ അവൻ സ്വർഗാരോഹണം ചെയ്തു. അതാണ് ക്രിസ്മസിന്റെ സന്ദേശം. പ്രിയപ്പെട്ടവരെ, സ്വർഗാരോഹണം ചെയ്തവൻ മാത്രമല്ല, അവൻ പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്കായിട്ട് ഇന്നും പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് നമ്മുടെ സന്തോഷം. നമ്മള് ദൈവത്തിൽ നടന്നു പോകുമ്പോൾ ആ യേശു കർത്താവ് പിതാവാം ദൈവത്തോട് പറയും, അയ്യോ, അവനെ നശിപ്പിക്കരുത്,
അവൻ ഒരു ദിവസം കൂടെ നിൽക്കട്ടെ, ഒരു വർഷം കൂടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ കർത്താവുണ്ട്, മറന്നു പോകരുത്. അതുകൊണ്ട് എന്റെ ദൈവം വിശ്വസ്തനാ, എന്നെ ഈ ഞാനായിരിക്കുന്ന സ്ഥാനത്ത് കൂട്ടിക്കൊണ്ടുവന്ന ദൈവം എന്റെ വിശ്വസ്തനാ എന്ന് എനിക്ക് പറയുവാൻ തക്കവണ്ണം കഴിയണം. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അങ്ങനെയാണെങ്കിൽ രണ്ടാമതായിട്ട് ഈ ആട്ടിടയന്മാരെ കുറിച്ച് ചില ചിന്തകൾ മാത്രം പറഞ്ഞ് ഞാൻ വേഗത്തിൽ വാക്കുകൾ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളവിടെ കാണുകയാണ്, ആട്ടിടയന്മാർ എന്ത് ചെയ്തു? അവർ കണ്ട് വണങ്ങി. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് വിദ്വാൻമാർ അവർ കണ്ട് വന്ദിച്ചു. അവിടെ പറയുന്നു, പൊന്ന്, മൂര്, കുന്തിരിക്കം ഒക്കെ നോക്കിയ വിദ്വാൻമാർ എന്ന് പറയുമ്പോൾ നക്ഷത്രം കണ്ട് അവര് യാത്ര തിരിച്ചവരാ. നമ്മൾ ഓർക്കണം, നമ്മൾ യേശുവിനെ കണ്ട് യാത്ര തിരിച്ചവരാ. ആമേൻ. നമുക്ക് അറിയാം, വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വിശ്വാസികളുടെ വലിയൊരു സമൂഹം, വിശ്വാസ വീരന്മാരുടെ ഒരു വലിയ സമൂഹം കർത്താവിനെ അനുധാവനം ചെയ്തവരുടെ കൂട്ടത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആമേൻ, വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ പെട്ട അനേക ഗണങ്ങളുണ്ട്. അവരെ കണ്ടുകൊണ്ട് അവരുടെ ആ നല്ല നടപ്പ്, ക്രിസ്തുവിനോടുള്ള നടപ്പ് കണ്ടുകൊണ്ട് ഒരു ജീവിതം നയിപ്പാൻ ഇടയാകണം. ആമേൻ. ഇടയന്മാർ കണ്ടു വണങ്ങിയെങ്കിൽ വിദ്വാൻമാർ അവരെ വന്ദിച്ചു. അവരെന്താണ്? ഒന്ന്, പൊന്നിനെ കുറിച്ച് പറയുമ്പോൾ അവൻ രാജാവായി വരുമെന്ന് ആമേൻ വിദ്വാൻമാർക്ക് ബോധ്യമുണ്ടായിരുന്നു. അവൻ രാജാവായി പിറന്നു. പക്ഷെ അവൻ പിറന്നത് ആമേൻ കാലിത്തൊഴുത്തിലാണ്. എന്നാൽ ദൈവത്തിന്റെ സ്തോത്രം നമ്മൾ മറന്നു പോകരുത്. അവൻ രാജാവാ. അപ്പം പൊന്ന് അവന്റെ രാജ്യത്വത്തെ കാണിക്കുകയാണ്. രണ്ടാമത് പറയുകയാണ് ആമേൻ, മൂരെന്ന് പറയുമ്പോൾ അവന്റെ പ്രവാചകത്വത്തെ കാണിക്കുകയാണ്. അവൻ ഭൂമിയിലായിരുന്നപ്പോൾ ഒരു പ്രവാചകനായിരുന്നു. മനുഷ്യനായി, പ്രവാചകനായി ജീവിച്ച് ദൈവശബ്ദം മനുഷ്യരെ കേൾപ്പിച്ചവനാണ്. കുന്തിരിക്കുമെന്ന് പറയുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, കർത്താവിന്റെ പൗരോഹിത്യ ശുശ്രൂഷയെ അത് കാണിക്കുന്നുവെന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇവിടെ നമ്മൾ ഓർക്കണം, ഈ രണ്ടു കൂട്ടരും അനുഗ്രഹിക്കപ്പെട്ടു. ആരാ? ഒന്നാമത് ആട്ടിടയന്മാർ അനുഗ്രഹിക്കപ്പെട്ടു, അവർ വണങ്ങി. ആമേൻ. എന്നാൽ ദൂതന്മാർ യഥാർത്ഥ മിശിഹയാണെന്ന് കരുതി അവനെ പൊന്നും ഒരു കുന്തിരിക്കം കാഴ്ചവെച്ച് അവനെ വന്ദിച്ചു. ദൈവത്തിന് സ്തോത്രം. ഈ ഇരു കൂട്ടരും അനുഗ്രഹിക്കപ്പെട്ടു. നമ്മൾ നമ്മോട് തന്നെ ചോദിക്കുക, ഭൗതിക നന്മകളല്ല, ആത്മീകമായി നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടോ? നമുക്ക് വേദപുസ്തകം വായിക്കുവാനുള്ള ആഗ്രഹമുണ്ടോ? നമുക്ക് ആരാധനയിൽ സംബന്ധിപ്പാനുള്ള ആഗ്രഹമുണ്ടോ? പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത്. നമ്മൾ ഓർക്കുക, എല്ലാ വർഷവും ലോകം മുഴുവൻ യേശു കർത്താവിന്റെ ക്രിസ്മസിന്റെ ദിനത്തെ ഓർക്കും. ദൂതന്മാർക്ക് കൊടുത്ത ആ സന്ദേശം, ദൂതന്മാർ ആട്ടിടയന്മാർ കൊടുത്ത സന്ദേശം നമ്മൾ കേൾക്കും. അതെ, വിദ്വാൻമാരെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കും. പക്ഷേ ദൈവത്തിന്റെ സ്തോത്രം, ഇതുവരെ ആ ക്രിസ്മസിന്റെ ആ അർത്ഥം, അന്തസത്തത ഇതുവരെ നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മളെ തന്നെ ഓർക്കണം. ക്രിസ്മസ് ഡിസംബർ 25 നമുക്കറിയാമല്ലോ. നമ്മളത് ഓർക്കുന്നുണ്ട്. എന്നാൽ നമ്മളൊരു കാര്യം മറന്നു പോകരുത്. നമ്മൾ കരോൾ പാടുന്നവരാ, കേക്ക് നൽകി, പുൽക്കൂട്ട് ഒരുക്കി, ആമേൻ, തീ വെച്ച് അലങ്കരിച്ച്, നക്ഷത്രം കെട്ടിത്തൂക്കി ഒക്കെ ആഘോഷിക്കുന്നതാ. എന്നാൽ ക്രിസ്തു എവിടെയാണ് ജനിക്കേണ്ടത് എന്ന് ആമേൻ സ്വർഗത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ വചനത്തിലൂടെ നമ്മളെ കേൾപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് ഇനി ഞാൻ ജനിക്കേണ്ടത്? ഇനി ഞാൻ വീണ്ടും ഭൂമിയിൽ വന്ന് ഞാൻ ക്രിസ്തുവായി ജനിക്കില്ല. ഞാൻ ഇനി ജനിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലാണ്. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, യേശു നിങ്ങളിൽ ജനിക്കുന്നത് വരെയും ഞാൻ പ്രസവ വേദനപ്പെട്ട് ആമേൻ വേദനയോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് പൗലോസ് താൻ സ്ഥാപിച്ച സഭകളെ നോക്കിക്കൊണ്ട് പറയുകയാണ്. എന്താ? യേശുവിന്റെ ഉള്ളിൽ ജനിക്കുവാൻ തക്കവണ്ണം അനേകര് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അനേകര് യേശുവിനെ കണ്ടിട്ടില്ലാത്തവർ യേശുവിന്റെ ഹൃദയത്തിൽ ജനിക്കുവാൻ തക്കവണ്ണം ഇനി യേശു ഒരിക്കലും പുൽക്കൂട്ടിൽ പിറക്കുകയോ കാലിത്തൊഴുത്തിൽ പിറകില്ല. അവനിനി ജനിക്കുന്നത് മനുഷ്യ ഹൃദയങ്ങളില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൽ യേശു ജനിച്ചതിനായി നമുക്കൊരു നന്ദി പറയാമോ? ഒരു സ്തോത്രം പറയാമോ? ഒരു ഹല്ലേലൂയ പറയാമോ? നമുക്ക് പറയാൻ അത് മാത്രമേ ഉള്ളൂ. ഞാന് ഒരിക്കലൊരു മനുഷ്യനെ കണ്ടു. ഞാൻ ഭാഗ്യഭാവത്തേക്ക് വരുമ്പോൾ ഞാൻ ഓർമ്മിക്കുകയാണ്, എന്റെ മനസ്സിലോർത്ത ഒരു മനുഷ്യനെ കണ്ടു.
അവന്റെ കൈകൾ രണ്ടും ഛേദിക്കപ്പെട്ടത്. അവൻ ജോലി ചെയ്യുമ്പോൾ അവനെ ആമേൻ തടിയിറക്കുന്ന സന്ദർഭത്തിൽ അവന്റെ കൈപ്പത്തി രണ്ടു വറ്റുപോയതാ. എന്നാൽ അവന് ദൈവവുമായി ബന്ധമില്ലായിരുന്നു. അവന്റെ മുൻപിൽ ഒരു ട്രാക്ട് ലഭിച്ചു. ആ ട്രാക്റ്റിൽ യേശു ക്രിസ്തു ഒരിക്കലായി കാലിത്തൊഴുത്തിൽ ജനിച്ചു. അവൻ 33.5 വർഷം ജീവിച്ചു. അതിനുശേഷം ദൈവത്തിന് സ്തോത്രം, കാൽവറിയിൽ എനിക്ക് നിങ്ങൾക്കുമായി അവൻ യാഗമായി തീർന്നു. ആ യേശുവിൽ വിശ്വസിക്കുന്നുവോ എന്ന് അവനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം പരിശുദ്ധാത്മാവിലൂടെ അവനോട് ചോദിച്ചപ്പോൾ അവന്റെ ഹൃദയം ദൈവത്തിനായിട്ട് അവൻ തുറന്നു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അവന് 2 കൈയുമില്ല. എന്നെ പോലെ കരമുയർത്തി അവനൊരു സ്വത്രം പറയാൻ കഴിയില്ല. അവൻ എന്നെ പോലെ ദൈവത്തിന് സ്തോത്രം ഇങ്ങനെ ഓടി നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുകയില്ല. എന്നാൽ അവനൊരു കാര്യം ചെയ്യുമായിരുന്നു. അവന്റെ സ്നേഹിതരോട് പറയും, അവൻ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവന്റെ സ്നേഹിതരോട് പറയും, എന്റെ 2 കൈയിലും ഓരോ ചിഞ്ചിലും നിങ്ങൾ വളരെ മുറുക്കി കെട്ടണമെന്ന് പറയും. എന്നിട്ട് ഓരോ കവലകളിലും ചെന്ന് നിന്ന് ആ മനുഷ്യൻ കൈയിന്റെ കൈപ്പത്തികൾ രണ്ടുമില്ലെങ്കിലും അവൻ ആ ചിഞ്ചില്ലം അടിച്ച് ദൈവത്തെ പാടി സ്തുതിക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മൾ ദൈവത്തിന് സ്തുതിയും സ്വത്രവും അർപ്പിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ പിറന്നു വീണത്, നമ്മൾ ജനിച്ചു വീണത്. എന്നാൽ നമ്മുടെ അതിരത്തിൽ സ്തുതി പോയോ ആ സ്തുതിയും സ്വത്രവും നമുക്ക് ഉള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കി ദൈവത്തിന് അതേ അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞു, എപ്പോഴും സന്തോഷിപ്പീൻ, നിങ്ങൾ എപ്പോഴും സന്തോഷിപ്പീൻ. എന്താണെന്നറിയാമോ? ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തന്ന ഉപകാരങ്ങൾക്ക് കഴിഞ്ഞ 12 മാസങ്ങളിൽ ദൈവം നമുക്ക് തന്ന ഉപകാരങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ ആയിത്തീരുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഇതെല്ലാം ലോകം ആഘോഷിക്കും, എല്ലാ കാര്യങ്ങളിലും ലോകം ആഘോഷിക്കും. എന്നാൽ പിതാവ് ആകർഷിക്കാതെ ആർക്കും പുത്രനെ കാണുവാനായിട്ട് കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിതത്തിൽ ഞാനൊരു ട്രാക്ട് എഴുതുവാനായിട്ട് ഇടയായി തീർന്നു. അതായത് 20 വർഷങ്ങൾ അപ്പുറമാണ് ആ ട്രാക്ട് ഞാൻ എഴുതിയത്. അതിന്റെ മുകളിൽ ഇങ്ങനെ എഴുതി, ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കണ്ട, വായിക്കാതിരിക്കരുത് ആമേൻ എന്ന് അത് എഴുതുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ ഇന്ന് ഓർക്കുന്നു, ഒരു സാധുവായ മനുഷ്യൻ എൻ്റെ ട്രാക്ട് വാങ്ങിച്ചു. ഈ ദിവസങ്ങളിലും ഞാൻ 10,000 ട്രാക്ട് അടിച്ചു. അത് അനേക സ്ഥലങ്ങളിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതും തീരാറായിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ 20 വർഷത്തിനപ്പുറം ഈ ട്രാക്ട് ഒരു സാധുവായ മനുഷ്യന്റെ കയ്യിൽ കൊടുത്തു. അവന് ഒരു പക്ഷേ ഇത് ആ വ്യക്തി കേൾക്കുന്നുണ്ടാകാം. ദൈവത്തിന് സ്വതന്ത്രം. അവന് കോഴഞ്ചേരിയില് ഒരു ബസ് കിടക്കുകയാണ്. തിരുവല്ലയിലേക്ക് കടന്നു പോകുവാൻ തുടങ്ങുകയാണ്. ആ ബസ്സിലിരുന്ന ഒരു മനുഷ്യന്റെ കയ്യില് ഈ ട്രാക്ട് കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഈ ട്രാക്ട് കയ്യിൽ കിട്ടിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട, വായിക്കാതിരിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ അത് വായിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ മനുഷ്യൻ എന്റെ ഫോൺ നമ്പറിൽ എന്നെ എന്റെ കടയിൽ എന്റെ സ്ഥാപനത്തിൽ ഇരിക്കുമ്പോൾ എന്നെ വിളിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇതെന്റെ ഒരു അനുഭവ സാക്ഷ്യമാ. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം അവിടെ രാത്രിയിൽ കടന്നു വരുവാനിടയായി. എന്താ കാരണമെന്നറിയാമോ? അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിപ്പിക്കുവാൻ തക്കവണ്ണം അവൻ ആഗ്രഹിച്ചിരുന്നു. നല്ല ജോലിയുള്ളവനായിരുന്നു. എന്നാൽ തന്റെ പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ആ ബന്ധമില്ലാത്തൊരവസ്ഥയിൽ കഴിഞ്ഞപ്പോൾ എന്തിന് ജീവിതം അവസാനിപ്പിക്കുന്നു? ഇന്ന് പകല് എന്റെ സ്നേഹിതരോട് യാത്ര ചോദിച്ച് മരിക്കുവാൻ ആഗ്രഹിച്ചൊരു മനുഷ്യനായിരുന്നു. എന്നാൽ ഇന്ന് അദ്ദേഹം സന്തോഷത്തോടെ ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ക്രിസ്തു ഉള്ളത്തിൽ വന്നാൽ ഉണ്ടാകുന്ന അനുഭവം. അതുകൊണ്ട് 2 കൊരിന്ത്യർ 5:7 പറയുന്നു, കാഴ്ചയാലല്ല വിശ്വാസത്താല് അത്രേ ഓരോ വ്യക്തി ജീവിതങ്ങളും വിശ്വസിക്കുന്നത്. നമ്മൾ കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. ഇന്ന് നമുക്ക് അതിനുള്ള ഭാഗ്യം ദൈവം തന്നിരിക്കുക. എന്നാൽ വേദപുസ്തകത്തിൽ സ്തെഫാനോസിനെ കുറിച്ച് പറയുന്നുണ്ട്, അവൻ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നതും ഞാൻ കാണുന്നെന്ന് പറഞ്ഞു. മാത്രമല്ല പൗലോസ് പറഞ്ഞു, ഞാൻ ഒരു മനുഷ്യനെ എനിക്കറിയാം, ഞാൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അവര് ശരീരം കൂടാതെയോ ശരീരത്തോടു കൂടെയോ എന്ന് ഞാൻ അറിയുന്നില്ല. അത് പൗലോസ്ലീഹായെ കുറിച്ചാണ് പറഞ്ഞത്. താന് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ആരും കേട്ടിട്ടില്ലാത്ത സ്വർഗീയ ഭാഷകളെ അവൻ കേട്ടുവെന്ന് അവിടെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാനേറെ വകയുണ്ട്. കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ. ഇന്ന് കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾ 2-3 പേർ എവിടെ ഇരുന്നാലും നിങ്ങളുടെ മധ്യേ ഞാനുണ്ട്.
അങ്ങനെയാണെങ്കിൽ കർത്താവ് നമ്മളെ നോക്കുമ്പോൾ കർത്താവിന് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ നമുക്ക് കഴിയുമോ? ഇല്ല പ്രിയപ്പെട്ടവരെ. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് അവിടെ രേഖപ്പെടുത്തും. നമ്മൾ ധരിക്കും ആരും കാണുന്നില്ല, രഹസ്യമായാണ് ഇതൊക്കെ ഞാൻ ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ന്യായം വിധിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് എന്നെ ന്യായം വിധിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ പറയും, നീ എത്രയോ തവണ ദൈവവചനം കേട്ടിട്ടുണ്ട്, എത്രയോ തവണ ആമേൻ ക്രിസ്മസ് നീ ആഘോഷിച്ചിട്ടുണ്ട്, എത്രയോ തവണ നീ നിന്റെ ഹൃദയത്തിന്റെ വാതിക്കൽ ഞാൻ വന്ന് മുട്ടിട്ടുണ്ട്. എന്നാൽ എപ്പോഴെങ്കിലും നിന്റെ ഹൃദയവാതിലേക്ക് തുറന്നു വന്നിട്ടുണ്ടോ? എന്നെ അനുധാവനം ചെയ്യുവാൻ നീ ആഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് നമ്മോട് ചോദിക്കും. അപ്പോൾ അവർ പറയും, ഞാൻ കേട്ടിട്ടില്ല, അങ്ങനെ ഒരു ശബ്ദം ഞാൻ കേട്ടിട്ടില്ല, വചനം ഞാൻ കേട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ പറയും, ഇന്ന ദിവസം ഇത്രാം തീയതി ആമേൻ നീ വചനം കേട്ടിരുന്നല്ലോ, എന്നിട്ട് നീ പാപത്തിലൂടെ ചരിച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ അന്ന് നമുക്കെന്നറിയാം, നമ്മുടെ മുൻപിൽ 4 കാര്യങ്ങളാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. ഒന്ന്, ഒരു മരണമുണ്ട്. അപ്പൊ നമ്മൾ ഓർക്കുക, ഒരു ചെറിയ ജീവിതം നമുക്ക് കർത്താവ് ഭൂമിയിൽ തന്നിരിക്കുക. അത് എത്രയെന്ന് നമുക്കറിയില്ല. അത് ഒരു മനുഷ്യന്റെ ആത്മാവ് പാണ്ഡ ദൈവത്തിന്റെ പാണ്ഡത്തില. അത് ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് മടക്കി വിളിക്കും. ദൈവം അവരുടെ ആയുസ് തീരുമ്പോൾ അവരെ മടക്കി വിളിക്കും. പക്ഷേ ഒരു കാര്യം പിതാക്കന്മാർ അന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്, നിനക്കും ഒരു മരണമുണ്ട്. 2, നിനക്കൊരു ന്യായവിധിയുണ്ട്. 3, ഒന്ന്, നിനക്കൊരു മരണമുണ്ട്. അതിനുശേഷം നിനക്ക് 2 ന്യായവിധിയുണ്ട്. പിന്നെ നമ്മുടെ മുമ്പിൽ 2 ഓപ്ഷൻ, ഒന്നിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. ഇന്ന് അനേകര് പഠിപ്പിക്കുകയും ആമേൻ പ്രചരിപ്പിക്കുകയും നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾ പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാ, ഇവിടെ തന്നെയാണ് സ്വർഗം. ഞാൻ ഇന്ന് ഓർക്കുന്നൊരു സംഭവമുണ്ട്. ഒരു വീട്ടില് നല്ല സന്തോഷമുള്ള ഭവനം, കുഞ്ഞുങ്ങളെല്ലാം അമേരിക്കയില. ആ മാതാവും പിതാവും മാത്രമാ. ഒരിക്കൽ വർഷങ്ങൾക്ക് മുമ്പ് ആ മാതാവും പിതാവും ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. വർഷങ്ങൾക്ക് മുമ്പ് ആ ഭവനത്തിൽ ഞാൻ കടന്നു ചെല്ലുവാൻ ഇടയായി തീർന്നു. ഞാൻ കടന്നു ചെന്നപ്പോൾ ഞാൻ ഇങ്ങനെ ആ മാതാവിനോട് പറഞ്ഞു, തൊട്ടടുത്തൊരു പ്രേയർ നടക്കുന്നല്ലോ, ആ പ്രേയറിലേക്ക് ഒന്ന് വന്നുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ആ മാതാവിനോട് പറഞ്ഞൊരു വേടുണ്ട്. എന്താണെന്നറിയാമോ? ഇങ്ങനെയാ, സ്വർഗവും നരകവും ഈ ഭൂമിയിൽ തന്നെയാ. ആ മാതാവിന്റെ അനുഭവം അതായിരുന്നു. സ്വർഗവും നരകവും ഈ ഭൂമിയിൽ തന്നെയാ. ഇന്ന് അനേകര് പറയുന്നുണ്ട് സ്വർഗവും നരകവും ഭൂമിയിൽ തന്നെയാ. എന്നാൽ വളരെ വ്യക്തമായി ദൈവവചനം നമ്മളെ വരച്ചു കാട്ടി, സ്വർഗവും ഭൂമിയും ഇവിടെയല്ല, അത് മറ്റൊരു സ്ഥലമാണ്. അത് ആർക്കും അവിശ്വാസികൾ മാത്രം കടന്നു ചെല്ലുന്ന ഒരു സ്ഥലമാണ് നരകമെന്നും, സ്വർഗം വിശ്വാസികൾ കടന്നു ചെല്ലുന്ന ഒരു നരകമാണെന്നും, ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം കടന്നു ചെല്ലുന്ന ഒരു സ്ഥലമാണ് സ്വർഗമെന്നും ഞാനിവിടെ വിവരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, അമ്മച്ചി പറഞ്ഞതിനൊരു കാരണമുണ്ട്. ഭർത്താവ് ഒരു അധ്യാപകനായിരുന്നു. അവർക്ക് 7 കുഞ്ഞുങ്ങളോളമുണ്ട്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അദ്ദേഹം അധ്യാപകനായിരിക്കുമ്പോൾ അന്ന് ലഭിക്കുന്നത് 1 അല്ലെ 2 പൈസയൊക്കെ ഗവൺമെന്റ് കൊടുക്കുന്നത് ആ കാലങ്ങളിൽ. അതായത് അദ്ദേഹത്തിന് അന്ന് തന്നെ 70 വയസ്സുണ്ട്. അപ്പം 70-80 വയസ്സിന് 20 വർഷത്തിന് മുമ്പ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹത്തിന് കിട്ടുന്ന ആ പണം കൊണ്ട് ആ 7 കുഞ്ഞുങ്ങളുടെ വിശപ്പടക്കുവാനായിട്ട് കഴിയില്ല. അപ്പൊ അവരെന്ത് ചെയ്യുന്നറിയാമോ? അവര് ഓമയ്ക്കായൊക്കെ പറിച്ച് തോരൻ വെച്ച് കപ്പയൊക്കെ മരച്ചീനിയെ കൊണ്ടൊക്കെ അങ്ങനെ അവർ സന്തോഷമായിട്ട് ആ കുഞ്ഞുങ്ങളെ വളർത്തിവിട്ടു. കുഞ്ഞുങ്ങളെല്ലാം നല്ല നിലയിൽ അനുഗ്രഹിക്കപ്പെട്ടു. പക്ഷെ ഒരു കാര്യം മറന്നു പോകരുത്, അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടത് അവരുടെ പിതാക്കന്മാരുടെ പ്രാർത്ഥനയാണ്. അത് അമ്മച്ചിക്ക് അറിയില്ലായിരുന്നു. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി അങ്ങനെ മക്കളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ അത് അമ്മച്ചിയുടെയോ പിതാവിന്റെയോ പ്രാർത്ഥനയല്ല, അത് നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ പ്രാർത്ഥനയാണെന്ന് മറ്റൊരു സമൂഹത്തിൽപ്പെട്ട ഒരു മാതാവ് അമ്മയോട് പറയുവാനിടയായി തീർന്നു. അപ്പൊ അമ്മച്ചി പറഞ്ഞതിന്റെ രഹസ്യം ഇത്രയേ ഉള്ളൂ. അന്ന് എനിക്ക് നരകമായിരുന്നു ഈ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിക്കൊണ്ടുവരാൻ, രാവിലെ എഴുന്നേറ്റ് ഫുഡ് ഉണ്ടാക്കാൻ, തൻ്റെ പ്രിയപ്പെട്ടവൻ ആഹാരം ഉണ്ടാക്കാൻ. അതൊക്കെ ഒരു വലിയൊരു നരകത്തിന്റെ അനുഭവമായിരുന്നു. ഒത്തിരി കഷ്ടപ്പാട്, ഒത്തിരി വേദനകൾ. 7 കുഞ്ഞുങ്ങൾക്ക് പൊതി വെച്ച് കെട്ടണമെങ്കിൽ എന്ത് പ്രയാസമാവപ്പെട്ടവരെ, അതൊക്കെ വലിയ കഷ്ടമാണ്. അതെന്റെ നരകമായിരുന്നു. ഇപ്പോൾ എന്നാൽ എനിക്ക് സ്വർഗമാണ്. അപ്പൊ ഞാൻ ധരിച്ചു അമ്മച്ചി സ്വർഗത്തിലേക്ക് പോകുവാൻ ഇരിക്കുകയായിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നെന്ന്. ഉടനെ എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു. അമ്മച്ചി പറഞ്ഞു, സ്വർഗം എന്ന് പറയുമ്പോൾ ഇപ്പൊ എനിക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, 2 നില കെട്ടിടമുണ്ട്. എനിക്ക് വാഹനം, ഞങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ വാഹനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്.
അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഇപ്പോഴാണ് സ്വർഗമെന്ന് പറയുവാനിടയായി തീർന്നു. മാത്രമല്ല, എനിക്കിഷ്ടം പോലെ ചായയും കാപ്പിയും കുടിക്കാം, മധുരം ധാരാളം ഇടാം. അപ്പൊ ഞാൻ ചോദിച്ചു, അങ്ങനെ ഷുഗറും ഒക്കെ ഉള്ള ആളുകൾ എങ്ങനെ മധുരം ഇടുന്നത്? അമ്മച്ചി ചോദിച്ചു. അമ്മച്ചി പറഞ്ഞു, അമേരിക്കയിൽ നിന്ന് കുഞ്ഞുങ്ങൾ ഓരോരുത്തർ വരുമ്പോഴും, ഓരോരുത്തരും മറ്റുള്ള അവരുടെ കൂട്ടുകാർ വരുമ്പോഴും മധുരമുള്ള ദൈവത്തിന് സ്തോത്രം ഗുളിക കൊടുത്തുവിടും. അത് എത്ര വേണേലും ഇടാം, മധുരമുള്ളത് എനിക്ക് ഉപയോഗിക്കാം എന്ന് പറയുന്നത് കേൾക്കുവാനിടയായി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചതിക്കപ്പെടരുത്. നമ്മൾ ഏത് സമൂഹത്തിൽപ്പെട്ടവരാണോ എന്നുള്ളതല്ല ദൈവത്തിന് ചോദ്യം. യേശുവിന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ഒരു മകനോ മകളോ ആണെന്ന് നിനക്ക് ബോധ്യമുണ്ടോ എന്നുള്ളതാണ് ഈ ഇന്നത്തെ പ്രശ്നം. ദൈവത്തിന് സ്തോത്രം. ആ ഉറപ്പ് നമ്മൾ പ്രാപിക്കണം. ആ ഉറപ്പ് നമ്മൾ എങ്ങനെയാ പ്രാപിക്കുന്നത്? നമ്മളിങ്ങനെ ചിന്തിച്ചാൽ മതി. എന്റെ കർത്താവ് ഒരിക്കലായി ഈ ഭൂമിയിൽ ജനിച്ചു, ഒരിക്കലായി അവന് ആ കാൽവരി ക്രൂശിൽ ലോകത്തിന്റെ മധ്യേ ഗ്രീനിച്ച് രേഖയിൽ അവൻ ലോകത്തിന്റെ മധ്യേ അവൻ ക്രൂശിതനായി തീർന്നു. എന്തിനാണെന്നറിയാമോ? ലോകത്തിന്റെ മധ്യേ അവൻ ക്രൂശിതനായി തീർന്നത് ലോകത്തിന്റെ ഏത് ഭാഗത്തിൽ നിന്ന് നോക്കിയാലും അവന്റെ ക്രൂശിന്റെ രൂപം കാണത്തക്കവണ്ണം അവൻ ക്രൂശിൽ കിടക്കുന്നത് കാണത്തക്കവണ്ണം. എന്തിനാ അവൻ ക്രൂശിൽ കിടക്കുന്നത് കാണുന്നതെന്നറിയാമോ? മറ്റൊന്നിനുമല്ല, എനിക്ക് വേണ്ടിയാണ് അവൻ മരിച്ചെന്ന് ഞാനും നിങ്ങൾ ഓർക്കുമ്പോൾ അവന്റെ വിലാപ്പുറത്തേക്കൊന്ന് നോക്കും, അവന്റെ കാലുകളിലേക്കൊന്ന് നോക്കും, അവന്റെ രണ്ട് കൈകളിലേക്ക് നമ്മളൊന്ന് നോക്കുമ്പോൾ ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്. ഈ എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാ യേശു മരിച്ചതെങ്കിൽ ആ യേശുവിനെ എനിക്ക് വേണം. എന്റെ യേശുവേ, എന്റെ ഹൃദയത്തിൽ വരേണമേ എന്ന് ഏതൊരു സ്ഥലത്തു നിന്നും അവൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ അവൻ ദൈവമകനായി ദൈവമകളായി തീരുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതാണ് ഇന്നത്തെ ആവശ്യം. അതാണ് ഇന്നിന്റെ ആവശ്യം. പ്രിയപ്പെട്ടവരെ, ഇനി അധികം കാലമില്ല. ലോകം അത് വിളിച്ചറിയിക്കുക. ലോകം അതിന്റെ മോഹം ഒഴിഞ്ഞു പോകും. ദൈവം ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. ഇതാണ് നമ്മുടെ വിശ്വാസം. ഒരു നിത്യതയുണ്ട്, ഒരു സ്വർഗമുണ്ട്. ആ സ്വർഗത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഒരു വാക്യം കൂടെ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതായത്, പിതാവാം ദൈവം പുത്രനെ നമുക്ക് നൽകി ക്രിസ്തുവിന്റെ ഈ സുവിശേഷം സ്വീകരിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. ആ ഭാഗ്യം നമ്മൾ കൈവിടപ്പെട്ടു പോകാനിടയാകാതെ ക്രിസ്തുവിനെ അതേ സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുമുള്ളത് കൊണ്ട് അവരെ നോക്കിക്കൊണ്ട് നമുക്കൊരു ജയകരമായ ക്രിസ്തു നയിപ്പാൻ സ്വർഗത്തിലെ ദൈവത്താൽ ഇടയാക്കപ്പെടട്ടെ. അതേ ആട്ടിടയന്മാർ സന്തോഷിച്ചു. അതാണ് പൗലോസ്ലീഹ പറയുന്നത്, സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ. ഒരു ദൈവവേദനയിൽ മാത്രമേ എപ്പോഴും സന്തോഷിപ്പാൻ കഴിയുകയുള്ളൂ. അവന് രോഗിയായിരിക്കാം, വേദനയിലായിരിക്കാം, പ്രയാസത്തിലായിരിക്കാം, അവന് സന്തോഷിപ്പാൻ കഴിയത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു വലിയ വീഴ്ച വീണപ്പോൾ ഞാൻ ഹല്ലേലൂയ പറഞ്ഞ് എഴുന്നേറ്റപ്പോൾ ഒരു പാട്ട് പാടി. ആ പാട്ടിന്റെ നാലിരടികളെ ഒന്ന് ഓർപ്പിച്ചിട്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്. യൂട്യൂബിൽ അത് ലഭ്യമാണ്. സ്വർഗസന്തോഷം നേടിയതോർത്താൽ ഹല്ലേലൂയ പാടിടും യുഗയുഗമായി. ആ സ്വർഗസന്തോഷം നേടിയതോർത്താൽ ഹല്ലേലൂയ പാടിടും അതിന്റെ ഏറ്റവും കൂടുതൽ രണ്ട് ലൈനാ. കഴിഞ്ഞ ദിവസം ഒരു പുരോഹിതൻ എന്റെ കടയിൽ കടന്നു വന്നപ്പോൾ ഇങ്ങനെ ആ പാട്ട് പാടിയപ്പോൾ ഞാൻ ഓർത്തു, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ പോലും അതുണ്ടല്ലോ. ആ സ്വർഗ സന്തോഷം നേടിയതോർത്താൽ ഞാൻ എങ്ങനെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ യുഗായുഗമായി പാടാതിരിക്കുമെന്നുള്ള മനോഹര ഗാനം എന്റെ ജീവിതത്തിൽ ഒരേ ഒരു ഗാനം എഴുതുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ആ ദൈവത്തിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മോട് പറയാ, ഭയപ്പെടേണ്ട. ഓരോ ദിവസവും പറയാ, ഭയപ്പെടേണ്ട. നമ്മുടെ മരണ ദിവസത്തിന്റെ അവസാന മണിക്കൂറുകളിലും നമ്മോട് ദൈവം പറയും, ഭയപ്പെടേണ്ട. അതുകൊണ്ട് ഭയപ്പെടാതെ ദൂതന്മാർ അവർ ഭയപ്പെടാതെ സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ദൂതന്മാർ അറിയിച്ചത് അവർ കേട്ടതോടെ പറയുവാനിടയായി. രണ്ടാമത് പൊന്നും മൂരും കുന്തിരിക്കവും കാഴ്ചവെച്ചവർ, അവനെ വണങ്ങിയവർ, അവർക്ക് മനസ്സിലായി ലോകരക്ഷിതാവായ മിശിഹയാണ് ഇവിടെ പിറന്നിരിക്കുന്നത്. എന്നാൽ അവർ ധരിച്ചിരുന്നത് രാജാവിന്റെ കൊട്ടാരത്തിൽ അത് ജനിക്കുന്നെന്ന. എന്നാൽ നേരെ വിപരീതമായി ഇതാ ഒരു കാലിത്തൊഴുത്തിൽ അവൻ പിറന്നിരിക്കുന്നു. സ്വത്രം ഇടമില്ലാഞ്ഞതുകൊണ്ട് കിടത്തിയതാ.
പക്ഷേ നമ്മൾ മറന്നു പോകരുത്. അമേൻ. അവർ പോകാൻ ആഗ്രഹിച്ചത് എവിടേക്കാണെന്നറിയാമോ? രാജകൊട്ടാരത്തിൽ. എന്നാൽ അവരെ ഈ നക്ഷത്രം കൊണ്ട് നിർത്തിച്ചത് കാലിത്തൊഴുത്തിൽ. മാത്രമല്ല, അവർ പോകുവാൻ, രാജാവിനോട് വിവരം അറിയിക്കുവാൻ പോകുവാൻ തുടങ്ങുമ്പോൾ അവരെ വേറെ വഴിയായി അവരുടെ സ്വദേശത്തേക്ക് അയച്ചവരുണ്ട്. അയച്ച ഒരു ദൈവമുണ്ട്. കാരണം ദൈവം സകലതും ചന്തമായി ഉചിതമായി എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചെയ്തെടുക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, നിത്യനായ സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ ഈ ശുശ്രൂഷ ആരംഭിച്ച നിമിഷം മുതൽ ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കായി സ്തോത്രം ചെയ്യുന്നു. ചിലർ ഭാരത്തിലോ പ്രയാസത്തിലോ ആണെങ്കിൽ ഈ ക്രിസ്തീയ ജീവിതത്തിൽ യഥാർത്ഥമായ ഒരു ക്രിസ്തീയ ഓട്ടക്കളത്തിൽ അവരല്ലെങ്കിൽ അവർക്ക് മടങ്ങി വരുവാനുള്ള കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചില രോഗികളുണ്ടെങ്കിൽ, ചില പ്രയാസമുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ അതിന്മേൽ എൻ്റെ ദൈവം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനൊരു കാര്യം മാത്രമേ ഉള്ളൂ, ക്രിസ്തുവിന്റെ മുമ്പിൽ വണങ്ങണം. കർത്താവേ, ഞാൻ നിന്റെ മകനാണ്, മകളാണെന്ന് പറയണം. അതിന് ഇടയാകുവാൻ തക്കവണ്ണം ഈ ചെറിയ ദൂത് ഇടയാക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിശ്വസ്വത്തിനെ പോലെ ഞങ്ങൾ ആവശ്യമുള്ള കടക്കാരോടെയും ക്ഷമിച്ചതുപോലെ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, തുടർന്ന് രാജ്യവും ശക്തിയും മഹത്വവും പിതാവായ ദൈവത്തിന്റെ സ്നേഹമേഖജാതനായ പുത്രന്റെ കൃപ ആശ്വസിപ്പിച്ചു വഴിയുള്ള പരിശുദ്ധ റൂഹായുടെ സംബന്ധം സഹവാസം വിശേഷിയ ഞങ്ങൾ ഇന്ന് കേട്ട വചനങ്ങള്, ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച വിഷയങ്ങള്, എല്ലാ കാര്യങ്ങളുടെ മേലും ഇന്ന് ഒന്നാളും ഉണ്ടാകുമാറാകണമേ. ആമീൻ. താങ്ക് യു ജീസസ്.